പ്രസംഗിച്ചു കഴിഞ്ഞ വന്നിരുന്ന ജനത്തിന്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. ഹല്ലേലൂയ. കുത്തുകൊണ്ടു. അപ്പോൾ പത്രോസ് 11 പേരോട് കൂടി എഴുന്നേറ്റുന്നുണ്ട്. ഒക്കെ അവരോട് പറഞ്ഞത്, യഹൂദ പുരുഷന്മാരും യെരൂശലേമിൽ പാർക്കുന്നവരുമായ എല്ലാവരുമായുള്ളവരെ, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ. എന്റെ വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുവീൻ. നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3-ാം മണി നേരമല്ലേ ആയിട്ടുള്ളൂ. ഇത് യോവേൽ പ്രവചനം പറഞ്ഞതുപോലെ മുഖാന്തരം അരുളി ചെയ്തത്രേ. എന്തെന്നാൽ എന്താ പറഞ്ഞേ? അന്ത്യകാലത്ത് സകല ജഡത്തിനും മേൽ എൻ്റെ ആത്മാവിനെ പറയാം. നിങ്ങളുടെ പുത്രന്മാരും പ്രവചിക്കുമെന്നുള്ളതായ ആ പ്രവചനം പറഞ്ഞതിന് ശേഷം പത്രോസ് എഴുന്നേറ്റ് നിന്ന് യേശു ക്രിസ്തുവിനെ പറ്റി പ്രസംഗിച്ചു. ഈ പ്രസംഗം എന്തു പറ്റി? വിശ്വാസികളായി വന്ന യേശുവിനെ, ദൈവത്തെ അറിയാവുന്ന കുറേ ആളുകളുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടപ്പോൾ അവർ തിരിഞ്ഞ് അവരോട് ചോദിച്ചു. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരെ, പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ഈ കുത്തുകൊള്ളുമ്പോഴാ നമ്മൾ വല്ലതൊക്കെ ചോദിക്കത്തുള്ളൂ കർത്താവിനോട്. അങ്ങനെ നമ്മൾ പറയും, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ അങ്ങോട്ട് ഇല്ല. കുത്തുകൊണ്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇതൊന്നും ഉണ്ടാവില്ല. ആരാധനയ്ക്ക് വന്നതുപോലെ തന്നെ തിരിച്ചു പോകും. ഏതൊക്കെ ഭാരം കൊണ്ട് വന്നോ ആ ഭാരം കൊണ്ട് തന്നെ തിരിച്ചു പോകും. ഹല്ലേലൂയ. അപ്പം ഹൃദയത്തിൽ കുത്തുകൊള്ളുമ്പോൾ നമ്മുടെ മനസ്സ് മാറും, മാനസാന്തരപ്പെടും, മനസ്സ് മാറും, മനസ്സിന് പുതുക്കം പ്രാപിക്കും. ഹല്ലേലൂയ. അപ്പം വചനം കേട്ട് കുത്തുകൊണ്ടാൽ മാത്രമേ ഇത് കേട്ട് അവരെ ഹൃദയത്തിൽ കുത്തുകൊണ്ടു. എവിടെ നിന്ന് വന്നവരാ? അവിടെ നിന്ന് വന്നവരാ. എവിടെന്നാ? യേശുവിൻ ദേവാലയത്തിലും പരിസരങ്ങളിൽ നിന്ന് വന്ന ആൾക്കാർ മുഴുവൻ വന്നു കഴിഞ്ഞപ്പോൾ അങ്ങ് പറഞ്ഞു, ദൈവത്തിൻ്റെ വചനം അങ്ങ് പറഞ്ഞു അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട്. പത്രോസിന് ശേഷം അപ്പോസ്തലന്മാരും സഹോദരന്മാരെ, പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വിശ്വസിക്കണം. അങ്ങനെയാണോ പറഞ്ഞേ? ഹല്ലേലൂയ. അങ്ങനെയാണോ പറഞ്ഞേ? പിന്നെ എന്താ പറഞ്ഞേ? നിങ്ങൾ മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഹല്ലേലൂയ. നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളത്തിൽ വരുമ്പോൾ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ എന്ത് ചെയ്യും? മാറ്റും. ഹല്ലേലൂയ. അപ്പൊ പഴയ ഒരു മനുഷ്യനുണ്ടാവുന്നു, പുതിയൊരു മനുഷ്യനുണ്ടാവുന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നാം ലോകരാജ്യത്തിൽ നിന്ന് പറച്ച് ദൈവരാജ്യത്തിൽ നടന്നു, ലോകത്തെ വിട്ട് ദൈവത്തെങ്കിലേക്ക് മാറുന്നു. ഹല്ലേലൂയ. അതാ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. മാനസാന്തരം സംഭവിക്കുമ്പോൾ ഒരു മനുഷ്യനിൽ 2 വ്യക്തിത്വങ്ങൾ ഉണ്ടാവുന്നു. 1 പഴയ മനുഷ്യനും, 2 പുതിയ മനുഷ്യനും. അങ്ങനെ 2 മനുഷ്യന്മാരുണ്ടാവുന്നു. വചനം പറയുന്നു പത്രോസ് അവരോട്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്ത് ചെയ്യണം? സ്നാനമേൽപ്പീൻ. എന്തിനു വേണ്ട സ്നാനം? പെന്തക്കോസ്ത് സഭ ചേർക്കാനുള്ള സ്നാനം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യത്തിൽ ചേർക്കാനുള്ള സ്നാനം എന്തിനാ? യേശു ക്രിസ്തുവിനോട് ചേരാൻ. എന്താ യേശു ക്രിസ്തുവിനോട് ചേരുക? നമ്മുടെ പഴയ മനുഷ്യൻ കർത്താവ് യേശു ക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചു, മാനസാന്തരപ്പെട്ടു, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടപ്പോൾ എന്നിൽ എന്തുണ്ടായി? ഒരു പുതിയ മനുഷ്യനുണ്ടായി, ഒരു പഴയ മനുഷ്യനുണ്ടായി. ഈ പഴയ മനുഷ്യനെ കൊണ്ടുവന്ന് കുഴിച്ചിടുന്ന പരിപാടിയാണ് എന്ത്? വിശ്വസിക്കുന്നവരെ അല്ല സ്നാനപ്പെടുത്തുന്ന, പിന്നെയോ മാനസാന്തരപ്പെട്ടവരാണ് സ്നാനപ്പെടുത്താൻ. ഹല്ലേലൂയ. ഇന്ന് എന്നാ സംഭവിക്കണേ? ഇന്ന് മീറ്റിംഗുകളിൽ ഇരിക്കും, കർത്താവായ യേശു ക്രിസ്തു 2016 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ മരിച്ചു, അങ്ങ് വിശ്വസിച്ചോ? വിശ്വസിക്കുന്ന കൈവെക്കും. പക്ഷെ അവൻ എന്ത് ചെയ്തിട്ടില്ല? ഉള്ളിൽ കൈക്കൊണ്ടിട്ടില്ല. ഹല്ലേലൂയ. ചാവാത്ത മനുഷ്യനെ കൊണ്ടൊന്ന് കുഴിച്ചിട്ടാ എന്നാ കുഴപ്പം? ഇന്ന് സഭകളുടെ കുഴപ്പം അതാ. അതുകൊണ്ട് എന്തില്ല? അതുകൊണ്ട് ദൈവരാജ്യം സഭയ്ക്കകത്തില്ല. പിന്നെ എന്താ ഉള്ളേ? ദൈവരാജ്യ, ലോകരാജ്യ. ഇവൻ എവിടെ തന്നെയാ നിൽക്കണേ? അവൻ വിശ്വസിച്ചിട്ടേ ഉള്ളൂ, മാനസാന്തരപ്പെട്ടിട്ടില്ല. അപ്പൊ വിശ്വസിച്ചവരെ അല്ല സ്ഥാനപ്പെടും, പിന്നെയോ മാനസാന്തരപ്പെട്ട, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടവരെയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പോൾ ഒരു പുതിയ മനുഷ്യനും
ഒരു പഴയ മനുഷ്യനും ഉണ്ടാവുന്നു. ഈ പഴയ മനുഷ്യനെ കൊണ്ടുവന്ന് കുഴിച്ചിടുന്ന ശുശ്രൂഷയാണ് എന്ത്? സ്നാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നു, മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. എന്നാൽ എന്നാൽ വചനം പറയുന്നു, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. ഇല്ലാതെ ലഭിക്കൂലേ? ഇല്ലാതെ ലഭിക്കും. പക്ഷെ പ്രശ്നം എന്നറിയാമോ? പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരുമാറില്ല. പകരാം, പൊളിഞ്ഞു പോകും. ഹല്ലേലൂയ. ഇതാ ഇന്ന് സംഭവിക്കണേ. ഞങ്ങളുടെ ആരാധന തുടങ്ങി ഞങ്ങളുടെ, പക്ഷെ എന്തില്ല, ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ ഒന്നും കാണത്തില്ല. അവിടെ ഒന്ന് പ്രവൃത്തികളോ. ഹല്ലേലൂയ. അപ്പം പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരുമാറില്ല. പകരാം. പകർന്നാൽ എന്താ പ്രയോജനം? അത് പൊളിഞ്ഞു പോകും. എന്നാ പൊളിയണേ? കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും വരുമ്പോൾ എന്ത് ചെയ്യാം? ഇതങ്ങ് പൊളിയും. നമ്മളും പോകത്തില്ല. അത്രയും നാൾ തുള്ളിയതും പഴിഞ്ഞതും മാത്രം ഇതായിട്ട് മാറും. ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ മക്കളെ, ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ പഴയ മനുഷ്യനെ കൊണ്ടൊന്ന് കുഴിച്ചിടണം. ഹല്ലേലൂയ. അങ്ങനെ കുഴിച്ചിട്ടാൽ പുതിയ മനുഷ്യരിൽ എന്ത് പകരും? എന്നാൽ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. വചനം പറഞ്ഞു, എന്നാൽ പരിശുദ്ധാത്മാവ് ദാനം ലഭിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം പരിശുദ്ധാത്മാവ് ദാനം നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ മനുഷ്യൻ എന്തായി മാറണം? ഒരു പുതിയ മനുഷ്യനായിട്ട് മാറണം. ഹല്ലേലൂയ. അങ്ങനെ പുതിയ മനുഷ്യനായി മാറി ആ ഒരു തലത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ, ഹല്ലേലൂയ, കർത്താവിനെ അറിയുന്ന കൂട്ടത്തിലല്ല, പിന്നെയോ കർത്താവിൻ്റെ ആത്മാവ് ഉള്ളത്തിൽ വന്നവരെ കൂട്ടത്തിൽ നമുക്ക് ആയിത്തീരുവാനായിട്ട് നമുക്ക് സാധിക്കും. ഹല്ലേലൂയ. അങ്ങനെ എന്ത് പറ്റുക? ഹല്ലേലൂയ. റോമക്കെഴുതിയ സുവിശേഷം, റോമക്ക് ലേഖനം അതിൻ്റെ 10:17. ഹല്ലേലൂയ. റോമ 10:17. ആകിയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ഹല്ലേലൂയ. എങ്ങനെയാ? ആകിയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനം. അപ്പൊ വിശ്വാസം വന്നെങ്കിൽ എന്ത് ചെയ്യണം? വചനം കേൾക്കണം. ഹല്ലേലൂയ. അതാ ഇവിടെ സംഭവിച്ച അപ്പോസ്തലന്മാരുടെ സ്ഥലത്ത് എന്താ സംഭവിച്ചേ? അവർ വചനം കേട്ടു. വചനം എന്താ? വചനം ക്രിസ്തുവാ, ദൈവമാ വചനം. ആ വചനത്തെ ആര് കേട്ടു? ആ വചനത്തെ ഈ വന്ന ജനം കേട്ടു. വന്നപ്പോൾ അവരുടെ ഹൃദയത്തിൽ എന്ത് ചെയ്തു? കുത്തുകൊള്ളു. അപ്പൊ എങ്ങനെയാ പറയാൻ? വചനം പറഞ്ഞു, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. ഹല്ലേലൂയ. എന്നാൽ അവ കേട്ടില്ലയോ എന്ന് ഞാൻ ചോദിക്കുന്നു. കേട്ടിരിക്കുന്നു നിശ്ചയം. ഹല്ലേലൂയ. കേട്ടില്ലേ? ഇന്നലെ തൊട്ട് നമ്മൾ ഇച്ചിരി സെറ്റപ്പായിട്ട് കേട്ടു. ഇത്ര നാളും കേട്ടതുപോലെയല്ല. ഹല്ലേലൂയ. ഇച്ചിരി കാര്യമായിട്ട് കേട്ടു. ഇനി കേട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? പോയി യേശുവിൻ്റെ അടുക്കലല്ല വന്നപ്പോൾ എവിടെ വരെയുള്ളത് കേട്ടു. ഇനി കേട്ടില്ലെന്ന് കേൾക്കാതെന്ന് പറയാം. പക്ഷെ കേട്ടുപോയി. ഹല്ലേലൂയ. നമ്മൾ കേട്ടുപോയി. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമ്മൾ കേട്ടു. ആ കേൾവിയാലാണ് എന്ത് നമുക്ക് ഇതുപോലെ ആയിത്തീരാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ. ആ കേൾവിയാണ് നമ്മളെ ആ താഴ്ന്നു പോയ അവസ്ഥയിൽ വചനം പറഞ്ഞു, ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മറ പിടിച്ചു. ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മറ പിടിച്ചു. അവൻ തിരുക്കാരം തേടിയെത്തി, തൻ്റെ മാവോട് ചേർത്തണച്ചു. താതൻ തിരുക്കാരം തേടിയെത്തി, തൻ്റെ മാവോട് ചേർത്തണച്ചു. അല്ലെ, ആഴത്തിൽ ഞാൻ കടന്നു, കൂരിരുൾ എന്നെ മറ പിടിച്ചു. ഞാൻ ചെളിക്കുഴിയിൽ കടന്നു. ലോകത്തിൻ്റെ ഇരുട്ടായിരുന്നു എൻ്റെ മുകളിൽ. എന്ത് ചെയ്താ? മറയായി കിടക്കുകയായിരുന്നു. വെളിച്ചം അവിടെ ഇല്ലായിരുന്നു. പക്ഷെ എന്തു? താതൻ്റെ തിരുക്കരം എന്നെ തേടിയെടുത്തി. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ വെളിച്ചം എൻ്റെ അടുക്കിലേക്ക് വന്നപ്പോൾ കൂരിരുട്ട് അവിടുന്ന് മാറി, സത്യപ്രകാശം അതിന്മേൽ ഉദിച്ചു. അവൻ എന്നെ ആഴിയിൽ നിന്ന് എന്ത് ചെയ്തു?
അവൻ എന്നെ വലിച്ചു കയറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് സ്തുതിക്കാൻ എത്രയോ എത്രയോ സന്തോഷമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 5:1. സ്തോത്രം. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിൻ്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് എവിടെയുണ്ട്? സ്വർഗത്തിൽ ഉണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞെരുങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ, ഹല്ലേലൂയ, സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഹല്ലേലൂയ. ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. മനസ്സിലായോ? ഹല്ലേലൂയ. വചനം പറഞ്ഞു, കൂടാരമായി ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത. അപ്പോൾ ഈ ഭവനം എന്തു ചെയ്യും? കൂടാരമായ ഈ ഭവനത്തിനുള്ളിൽ ഇപ്പോൾ ആരുണ്ട്? നമ്മുടെ യേശു ഇതിൻ്റെ അകത്ത് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ബ്രദർ പറഞ്ഞതുപോലെ ഈ ദേഹി ഇവിടുന്ന് അങ്ങ് പോകുമ്പോൾ ഈ ഭവനം പൊളിയും. ഈ ഭവനം പൊളിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പോകും? എന്നേ ബ്രദർ പറഞ്ഞോട്ടെ, എന്നാലും എൻ്റെ അച്ചായ എന്നെ അങ്ങോട്ട് വിട്ടിട്ട് പോയ ഞാനിങ്ങളങ്ങ് പോരട്ടെ എന്ന് പറഞ്ഞാൽ പോവോ? വർത്താനമൊക്കെ പറയും. പക്ഷേ പിന്നെ 2 ദിവസം, ഇപ്പം പിന്നെ ഫ്രീസറൊക്കെ ഉള്ളതുകൊണ്ട് 2 ദിവസമൊക്കെ വെച്ചുകൊണ്ടിരിക്കും. അത് കഴിയുമ്പോഴത്തേക്കും ഒന്ന് കൊണ്ടുവന്ന്, അല്ലേ? ഹല്ലേലൂയ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഈ കൂടാരത്തിൽ നിന്ന് ഈ ആത്മാവ് പോയാൽ പിന്നെ ഇതിനെ ഒന്നിനും കൊള്ളത്തില്ല. ഇത് മണ്ണിലേക്ക് തന്നെ പോയേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. വചനം പറയുന്നു, കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം